നമസ്തേ, ഞാൻ ശ്രീലക്ഷ്മി അജേഷ്. ഞാനാണ് മക്കൾക്ക് ചെറിയ ചെറിയ കഥകളുമായിട്ട് ഇടയ്ക്കൊക്കെ ഷോർട്സിലൊക്കെ വരാറുള്ളത്. അപ്പൊ ഇന്ന് ആന്റി പറയാൻ പോകുന്നത് എന്തിനു പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എന്ന് ആന്റി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തിനു പ്രാർത്ഥിക്കണം എന്നുള്ളത് ഒരു ചോദ്യമല്ലേ? അപ്പൊ ആന്റി അത് മക്കൾക്ക് പറഞ്ഞു തരാം. നമ്മളെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചതും നമുക്ക് വേണ്ടതെല്ലാം തരുന്നതും നമ്മുടെ അച്ഛനും അമ്മയുമാണ്, അല്ലെ? അത് നമുക്കറിയാലോ. ആ അച്ഛനെയും അമ്മയെയും നമുക്ക് തന്നത് ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും ഭഗവാനോട് സംസാരിക്കണം. നമുക്ക് തന്ന സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയണം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഭഗവാനോട് പറയണം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ആന്റി പറഞ്ഞു തരാം. അപ്പോ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണിങ്ങനെ തുറന്നു നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ആരെയായിരിക്കും? അമ്മയായിരിക്കും. ചില സമയത്ത് അമ്മ തിരക്കിട്ട പണികളിലായിരിക്കും അടുക്കളയിൽ, അല്ലെ? അപ്പൊ ഓടി വരാൻ ചിലപ്പോൾ അമ്മയ്ക്ക് പറ്റിയെന്ന് വരില്ല നമ്മൾ ഉണരുന്ന സമയത്ത്. അപ്പോ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? മൊബൈൽ എടുക്കുവോ? അങ്ങനെ മൊബൈൽ എടുക്കരുത് കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കൈകൾ ഇങ്ങനെ ഇരുന്നിട്ട് ഈ കൈകളിലേക്ക് ഇങ്ങനെ നോക്കണം. ഓക്കെ, ഈ കൈകൾക്കുള്ളിലാണ് നമ്മുടെ എല്ലാ ഭാഗ്യങ്ങളും ഇരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മളുടെ ഭാഗ്യം കൊണ്ടുവരിക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രവൃത്തി ചെയ്യാൻ ആദ്യം ഉപയോഗിക്കുന്നത് എന്താ? നമ്മുടെ കൈയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലാണ് നമ്മുടെ നല്ലതും ചീത്തയും ഒക്കെ ഉള്ളത്. നമ്മുടെ കൈ എങ്ങനെ പ്രവർത്തിക്കുന്നോ അതനുസരിച്ച് നമുക്ക് നല്ലതും ചീത്തയും ഒക്കെ കൊണ്ടുവരുന്നതാണ്. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താ? നമ്മുടെ കൈകളാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഓർഗൻ ഏതാ? കൈകളാണ്, അല്ലെ? അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നു, നമ്മൾ എഴുതുന്നു, പഠിക്കുന്നു, എല്ലാം ചെയ്യുന്നത് കൈകളായതുകൊണ്ട് തന്നെ നമ്മളുടെ സൗഭാഗ്യം കൊണ്ടുവരുന്ന ആദ്യത്തെ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ കൈയാണ്. അപ്പൊ ഈ കൈയിൽ നോക്കിയിട്ടാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. ഓക്കെ, അപ്പൊ രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ കൈ ഇങ്ങനെ പിടിക്കണം. ഈ കൈ ഇങ്ങനെ പിടിക്കുമ്പോ കൈ ഇങ്ങനെ പിടിക്കുമ്പോ ഈ കൈയുടെ ഇവിടെ നോക്കണം. ആദ്യം ഇങ്ങനെ നോക്കണം, പിന്നെ നടുവിൽ നോക്കണം, പിന്നെ ഈ കൈയുടെ അവസാനത്തെ ഭാഗത്ത് നോക്കണം. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം പ്രാർത്ഥന തുടങ്ങേണ്ടത്. അപ്പൊ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. കരാഗ്രേ വസത്തെ ലക്ഷ്മി. നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗത്തിരിക്കുന്നത് ഭഗവതിയാണ്, ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞാൽ നമുക്ക് ഐശ്വര്യവും പണവും സമ്പത്തും ഒക്കെ കൊണ്ടുവരുന്ന ഭഗവതിയാണ്. നമ്മുടെ കൈയുടെ ഈ അറ്റത്തിരിക്കുന്നത് ഏറ്റവും മുകളില്. കരാഗ്രേ വസത്തെ ലക്ഷ്മി കരമധ്യേ സരസ്വതി. ഈ കൈയുടെ മധ്യഭാഗത്തായിട്ടിരിക്കുന്നതാണ് സരസ്വതി. സരസ്വതി ദേവി നമുക്ക് എന്താ പ്രദാനം ചെയ്യണത്? അറിവ്, വിദ്യ, ഇല്ലേ? നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നല്ലോണം തെളിഞ്ഞ ബുദ്ധിയൊക്കെ നമുക്ക് വേണ്ടേ? അത് നമുക്ക് തരുന്നത് സരസ്വതി ദേവിയാണ്. കരമൂലേത്തു ഗോവിന്ദ. ഈ കൈയുടെ അവസാനം മൂലഭാഗത്തായിട്ടിരിക്കുന്നത് ഗോവിന്ദനാണ്. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ആരാ? ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ നാരായണൻ എന്നൊക്കെ പറയാം, അല്ലെ? അപ്പൊ ഭഗവാനാണ് ഇവിടെ ഉള്ളത്. അപ്പൊ കരാഗ്രേ വസത്തെ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേത്തു ഗോവിന്ദ പ്രഭാതേ കരദർശനം. എങ്ങനെയാണ്? ഭഗവതിയും ഈ നമ്മുടെ കൈയുടെ തുമ്പത്തിരിക്കുന്ന ഭഗവതി, മധ്യത്തിലിരിക്കുന്ന സരസ്വതി ദേവി, ഏറ്റവും അവസാനമുള്ള അതാരാണ്? ഭഗവാൻ നാരായണൻ, ഭഗവാൻ ഗോവിന്ദൻ, അല്ലെ? അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ കൈകളിൽ ഉള്ളത്. അപ്പൊ നമുക്ക് പണം ഉണ്ടാക്കി തരുന്നതും നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കി തരുന്നതും അതുപോലെ തന്നെ നമുക്ക് നേർവഴി കാട്ടുന്നതും ഒക്കെ നമ്മുടെ കൈയാണ്. അപ്പൊ നമ്മുടെ കൈകൾക്കുള്ളിലാണ് നമ്മുടെ ഭഗവാന്മാരെന്ന് സാരം. നമ്മളതിനെ ഇങ്ങനെയും കളയാം. നമുക്ക് ഭഗവാനെ നമുക്കിങ്ങനെ ചേർത്തും പിടിക്കാം നമ്മളിലേക്ക്. ഇതാണ് നമ്മളിലേക്ക് ഭഗവാനെ, നമ്മുടെ കൈകൾക്കുള്ളിൽ ഇരിക്കുന്ന നമ്മുടെ ഭഗവാനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ എങ്ങനെയാ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പലരും കാണുന്നുണ്ട് ഇങ്ങനെ ആയിരിക്കും, അതെന്താ, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും. എന്താണ് അതിന്റെ അർത്ഥം എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഏത് വിശ്വാസപ്രകാരമാണെങ്കിലും ശരി, അതിനൊരു രീതിയുണ്ട്. ഹിന്ദു മതത്തിന്റെ വിശ്വാസപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുന്ന കൈകൾ ഇങ്ങനെയാണ്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ട് നമ്മൾ ഇങ്ങനെയും മനസ്സുകൊണ്ട് ഇങ്ങനെ ഒന്ന് തലകുനിഞ്ഞുമാണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. ഓക്കെ, അപ്പൊ പ്രാർത്ഥന എങ്ങനെയാ ചൊല്ലേണ്ടതെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. കരാഗ്രേ വസത്തെ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേത്തു ഗോവിന്ദ പ്രഭാതേ കരദർശനം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഇത്രയും ഈ ഒരു ശ്ലോകം പറഞ്ഞതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഭഗവാനെ, എനിക്ക് ആവശ്യമുള്ളതെല്ലാം അങ്ങ് കനിഞ്ഞു നൽകണേ. എന്നെ തെറ്റായ വഴികളിലൂടെ നടത്തരുതേ. ഞാൻ കാരണം ആർക്കും വിഷമവും സങ്കടവും ഒന്നും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഓക്കെ, ഇതാണ് രാവിലത്തെ പ്രാർത്ഥനയുടെ ഒരു
കാര്യം. ഇനി രാത്രിത്തെ പ്രാർത്ഥന. രാത്രി നമ്മൾ രാവിലെ എല്ലാ സന്തോഷങ്ങളും സുഖങ്ങളും ഒക്കെ അനുഭവിച്ച് വയറ് നിറയെ ഭക്ഷണം, നല്ല ഉറങ്ങാനുള്ള സ്ഥലം, നല്ല സ്കൂള്, നല്ല ഫ്രണ്ട്സ്, പഠിക്കാനും എഴുതാനും ഉള്ള പുസ്തകങ്ങള്, പഠിക്കാനുള്ള സാഹചര്യങ്ങള് എല്ലാം കിട്ടി. ഇനിയിപ്പോ TV കാണാനുള്ള സൗകര്യങ്ങള്, എല്ലാ സുഖ സൗകര്യങ്ങളും കഴിഞ്ഞ് ഉറങ്ങാൻ പോകുമ്പോഴും നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഭഗവാനെ, ഇന്ന് എനിക്ക് നീ തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി. എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയെയും എന്നെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ ടീച്ചേഴ്സിനെയും ഈ ലോകത്തുള്ള എല്ലാവരെയും നീ നന്നായി കാത്തതിന് നന്ദി. നാളെയും ഞങ്ങൾക്ക് തുണയായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഉറങ്ങാൻ. ഈ ലോകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഭഗവാനാണ്. ആ ഭഗവാന്റെ കീഴിലായിരിക്കണം നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അത് കാണുന്ന ഒരാളും ഭഗവാനാണ്. നമ്മളിപ്പോ അമ്മയുടെ കണ്ണ് വെട്ടിച്ച്, അച്ഛന്റെ കണ്ണ് വെട്ടിച്ച് നമ്മളൊരു കാര്യം ചെയ്താലും അത് ഭഗവാൻ കാണുന്നുണ്ട്. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ശക്തിയാണ്, നമ്മുടെ മെന്ററാണ് ഭഗവാൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എന്നും കുട്ടികൾ പ്രാർത്ഥിക്കില്ലേ രാവിലെ? പ്രാർത്ഥിച്ചിട്ട് ഇനി വീഡിയോയുടെ താഴെ വന്ന് എഴുതണോട്ടോ, ആന്റി ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു. ഒന്നുകൂടെ ആന്റി ആ ഒരു ശ്ലോകം പറഞ്ഞു തരാം. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേത്തു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് 2-3 വട്ടം ഇത് കേൾക്കുമ്പോൾ മക്കൾക്ക് പഠിക്കാൻ പറ്റും. കുറച്ചേ ഉള്ളൂ. അത് പഠിച്ചിട്ട് ഇത് ചൊല്ലിയിട്ട് എനിക്കൊരു കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ആന്റി ഇന്ന് പോട്ടെ, നാളെ വീണ്ടും വരാം കേട്ടോ. ബൈ.